നമസ്കാരം. മുംബൈ ബാന്ദ്രയിലെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാളെ കൂടി മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ മരപ്പണിക്കാരനായി ജോലി ചെയ്ത കരാറുകാരനെയാണ് പിടികൂടിയത്. ആക്രമണം നടക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് തന്റെ ഭർത്താവ് 4 പേരുമായി സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ പോയിരുന്നുവെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകിയിരുന്നു. അന്ന് തന്നെ മരപ്പണി തുടങ്ങിയെന്നും മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരാറുകാരനെ പിടികൂടിയത്. ഇയാളുടെ കൂട്ടാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 2ആയി. നടനെ ആക്രമിച്ച സംഭവത്തിൽ നേരത്തെ നടൻ സെയ്ഫ് അലിഖാനെ 6 തവണ കുത്തിയ സംഭവത്തിൽ ഒരാളെ മുംബൈ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ പ്രതിയെ പിടിക്കാൻ മുംബൈ പോലീസ് 20 പോലീസ് അംഗങ്ങളെ നിയോഗിച്ചിരുന്നു. പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫ് അലിഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. നടൻ അപകടനില പൂർണ്ണമായും തരണം ചെയ്തുവെന്നാണ് അധികൃതർ അറിയിച്ചത്. നടന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റി. ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സ തുടരുമെന്നും ലീലാവതി ആശുപത്രി അധികൃതർ അറിയിച്ചു. സെയ്ഫ് അലിഖാന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ടെന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ നിതിൻ നാരായൺ റാങ്കെ പറഞ്ഞു. സെയ്ഫിന് നന്നായി നടക്കാൻ കഴിയുന്നുണ്ട്. വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ICUവിൽ നിന്ന് അദ്ദേഹത്തെ പ്രത്യേക മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അണുബാധ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഒരാഴ്ചയോളം സന്ദർശകരെ വിലക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ വ്യക്തമാക്കി. മകനോടൊപ്പം സെയ്ഫ് ഒരു സിംഹത്തെ പോലെ നടന്നു വന്നതായി ലീലാവതി ആശുപത്രി CEO ഡോക്ടർ നീരജ് ഉത്തമാനി പറഞ്ഞു. രക്തത്തിൽ കുളിച്ചാണ് ആശുപത്രിയിലെത്തിയത്. 2 മില്ലിമീറ്റർ കൂടെ ആഴത്തിൽ കത്തി ആഴ്ന്നിരുന്നെങ്കിൽ നടന് ഗുരുതരമായി പരിക്കേറ്റേനെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടന്റെ കയ്യിലും കഴുത്തിലുമായി 6 മുറിവുകളുണ്ടായിരുന്നു. നട്ടലിൽ നിന്ന് 2.5 ഇഞ്ച് നീളമുള്ള കത്തി ശസ്ത്രക്രിയയിലൂടെ നീക്കിയതായി നേരത്തെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. സെയ്ഫ് അലിഖാനെ വ്യാഴാഴ്ച പുലർച്ചെ 2:30 മുംബൈയിലെ ബാന്ദ്രയിലെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയയാൾ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത്. നട്ടലിൽ കുത്തിയ കത്തിയുടെ ഒരു ഭാഗം കുടുങ്ങിയ നിലയിലായിരുന്നു സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴുത്തിൽ ഉൾപ്പെടെ 6 കുത്തേറ്റ സെയ്ഫ് അലിഖാനെ ലീലാവതി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടനെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും മാറ്റിയത്. ആക്രമിക്കപ്പെട്ട് ചോര വാർന്ന സെയ്ഫിനെ ഓട്ടോറിക്ഷയിലാണ് മകൻ ഇബ്രാഹിം ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത്. സെയ്ഫ് അലിഖാൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും നടിയുമായ കരീന കപൂർ, ഇവരുടെ 2 മക്കളായ 4 വയസ്സുള്ള ജഹ്, 8 വയസ്സുള്ള തൈമൂർ, 5 സഹായികൾ എന്നിവരാണ് 12 നിലകളുള്ള അപ്പാർട്ട്മെന്റിലെ 11 നിലയിലെ ആക്രമണ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തത്. പോലീസിന് നൽകിയ മൊഴിയിൽ അക്രമിയെ ആദ്യം നേരിട്ടത് സെയ്ഫിന്റെ ഇളയ മകൻ ജയുടെ നാനി ഏലിയാമ്മ ഫിലിപ്പാണ്. ഇവർ പറഞ്ഞതനുസരിച്ച് അക്രമി ഇവരോട് 1 കോടി രൂപ ആവശ്യപ്പെട്ടതായി പറഞ്ഞു. അക്രമി നടന്റെ ഫ്ളാറ്റിലേക്ക് എന്തെങ്കിലും തകർത്ത് കയറിയതല്ലെന്നും എന്നാൽ മോഷണം എന്ന ഉദ്ദേശത്തോടെ രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് ഏതോ സുരക്ഷയില്ലാത്ത വഴി നുഴഞ്ഞു കയറിയതാവാനാണ് സാധ്യതയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. കൃത്യത്തിന് ശേഷം ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഇയാളെത്തിയത്. തുടർന്ന് വസ്ത്രങ്ങൾ മാറി രക്ഷപ്പെടുകയായിരുന്നു. 20 അംഗങ്ങളായി തിരഞ്ഞായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ബാസായി, നാലെ സൊബാര എന്നിവിടങ്ങളിൽ വ്യാപകമായ അന്വേഷണം നടത്തിയിരുന്നു. ബാന്ദ്രയിലെ സദ്ഗുരു ശരൺ എന്ന ബഹുനില കെട്ടിടത്തിലെ സെയ്ഫിന്റെ വീട്ടിലാണ് മോഷണ ശ്രമത്തിനിടെ ആക്രമണം നടന്നത്. നടൻ 6 തവണയാണ് കുത്തേറ്റത്. വീടിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയ അക്രമിക്ക് വീടിനുള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അക്രമിയുമായി നടന്ന സംഘട്ടനത്തിനിടയിലാണ് സെയ്ഫിന് കുത്തേറ്റത്.